എത്ര നന്മകൾ ചെയ്തവൻ, മറക്കല്ലേ ഒരു നാളും മനമേ. എത്ര നന്മകൾ ചെയ്തവൻ, മറക്കല്ലേ ഒരു നാളും മനമേ. എണ്ണി എണ്ണി സ്തുതിപ്പിൻ, എല്ലാ നാവും സ്തുതിപ്പിൻ, നന്ദിയോടെ നല്ലവന് സ്തുതിപ്പിൻ. എണ്ണി എണ്ണി സ്തുതിപ്പിൻ, എല്ലാ നാവും സ്തുതിപ്പിൻ, നന്ദിയോടെ നല്ലവന് സ്തുതിപ്പിൻ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 34-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നാം വായിക്കുന്നു: നീതിമാനും ബലവാനുമായവനെ നീ കുറ്റം വിധിക്കുമോ എന്നുള്ള ആഴമായ ഒരു ചോദ്യമാണ്. ദൈവം മുൻപാകെ നീതിയോടുകൂടി ജീവിക്കുന്നതായ ഒരു മനുഷ്യൻ, സമൂഹത്തിൻ്റെ മുൻപിൽ ബലശാലിയായ മനുഷ്യൻ, ഇങ്ങനെയുള്ള ആളുകളെ സ്വാഭാവികമായി ആരാണ് കുറ്റം പറയുക, കുറ്റം വിധിക്കുക എന്ന് ചോദിച്ചാൽ, ബലശാലിയായ ആളുകളെ ആളുകൾ അധികം കുറ്റം പറയുവാൻ മനസ്സ് വയ്ക്കാതിരിക്കുമ്പോൾ തന്നെ നീതിമാനും നിഷ്കളങ്കരുമായി ജീവിക്കുന്ന ആളുകളെ ഈ ലോകം പകയ്ക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നത് നാം സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒരു കാഴ്ച തന്നെയാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, പൗലോസ് കടലിൽ നിന്ന് രക്ഷപ്പെട്ട് കയറി വന്നിരിക്കുന്ന മെലീത്ത ദ്വീപിൽ തണുപ്പ് നിമിത്തം തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് ആ തീക്കകത്തേക്ക് പിറക്കിയിട്ട വിറകുകളിൽ നിന്ന് അവൻ്റെ കയ്യിൽ അണലി കടിച്ചു തൂങ്ങുമ്പോൾ അവർ പറയുന്നതായ വാക്ക്, ഈ മനുഷ്യൻ ഒരു കുലപാതകൻ, സംശയമില്ല. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന പൗലോസിനെ കുറ്റം വിധിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അവരുടെ കണ്ടെത്തലുകളും അവരുടെ വാക്കുകളും തെറ്റായിപ്പോയി എന്ന് അവർക്ക് തന്നെ മനസ്സിലായ അവസരത്തിൽ 6-ാം വാക്യത്തിനകത്ത് അവർ പറയുന്നൊരു പദമുണ്ട്: അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ടിട്ട് മനസ്സ് മാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. ഒരു നിഷ്കളങ്കനായ നീതിമാനായ മനുഷ്യനെ കുറ്റം വിധിച്ച ആളുകൾ, അവർ വിധിച്ചതായ വിധിയും അവരുടെ കണ്ടെത്തലുകളും തെറ്റായിപ്പോയി എന്ന് മനസ്സിലായപ്പോൾ അവരാ കുറ്റം ഏറ്റെടുത്ത് അതിനെ തിരുത്തി പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആ വാക്കുകൾക്കുള്ളിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിച്ചതായ പ്രസ്താവന എന്ന് പറയുന്നത്. ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു നീതിമാനെ നാം കുറ്റം വിധിക്കാൻ പാടില്ലെന്നും നാം വിധിച്ചത് തെറ്റായ വിധിയാണെന്ന് മനസ്സിലായാൽ അത് അംഗീകരിച്ച് തിരുത്തുവാനിടയാകണമെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വാക്യങ്ങൾ ചെയ്യുന്നത്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 17-ാം അധ്യായത്തിനകത്ത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നതായ വാക്കുകളുണ്ട്: ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പാണ് എന്നോർപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു നീതിമാനെ കുറ്റം വിധിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ അത് യഹോവയ്ക്ക് വെറുപ്പുള്ള കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ഒരു കാര്യത്തിൽ ഇടപെടുകയോ ഒരു വിഷയം സംബന്ധിച്ച് സംസാരിക്കുകയോ വിധി പറയുകയോ ചെയ്യുമ്പോൾ നീതിമാനെ കുറ്റം വിധിക്കുന്നതും
നീതിമാന് വിരോധമായി വിധിക്കുന്നതുമായ ഒരു വിധിയായി തീരാതെ സത്യസന്ധമായ ഒരു വിധി നടത്തേണ്ടതിന് നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ നീതിമാനെ കുറ്റം വിധിക്കുന്നവരോ ദുഷ്ടനെ നീതീകരിക്കുന്നവരോ ആയിത്തീരാതെ നിഷ്കളങ്കതയോടും സത്യസന്ധതയോടുമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.